പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമകലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാണ്. അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അത് മാത്രമല്ല, ഞാൻ ഈ ഒരു റിയാലിറ്റി ഷോയിൽ വന്നത് പോലും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എൻട്രി ചെയ്യാൻ തന്നെയാണ്. കാരണം ഞാൻ സാധാരണ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നില്ല. സോ അപ്പം ഇപ്പോൾ ഫൈനലി ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നെ. എന്നാലും 2011 എനിക്ക് ആദ്യമായിട്ട് MBBS പഠിക്കുമ്പോഴാണ് എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം 2014 ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത സമയം തൊട്ടേ പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുള്ള പുള്ളിക്കാരൻ വേൾഡിലെ ടോപ്പ് പവർഫുൾ പേഴ്സൺസിൽ ഒരാളാണ്. കേരളത്തിൽ ഇത്രയും തെറി കേൾക്കുന്ന ഒരു സെലിബ്രിറ്റി വേറെ ഇല്ല. അലൻ ജോസ് പെരേര പോലും ഇത്രയും തെറി കേൾക്കുന്നില്ല. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന പദവിയിൽ ഇരിക്കുവായിരുന്നെങ്കിൽ ഇത്രയും പേരൊന്നും ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു, ഇത്രയും ഫെയിം കിട്ടത്തില്ലായിരുന്നു. ബിഗ് ബോസിലൊക്കെ പോയതുകൊണ്ട് ഇത്രയും ഫെയിം കിട്ടി. ഇദ്ദേഹത്തിന് വേണ്ടത് ഫെയിമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കറിയാം, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടി. ഫ്യൂച്ചറിൽ ഒരു MLA ഇലക്ഷൻ നിൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സീറ്റ് കിട്ടിയാൽ എവിടെയായിരിക്കും നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഒബ്വിയസ്ലി എന്റെ ഹോം ടൗൺ തന്നെയാണ്. പിന്നെ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് നിൽക്കും. താങ്ക് യു. ഇവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടായിരിക്കും കൂടുതൽ കിട്ടുക അല്ലേ? അല്ല, എനിക്ക് എല്ലാ സ്ഥലത്തും സപ്പോർട്ട് ഇവിടെ തന്നെ കണ്ടില്ലേ. എല്ലാ നാട്ടിൽ ചെന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 2, 3, 5 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. സത്യം പറയുവാണെങ്കിൽ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ഫെയിം കിട്ടി. ആ ഫെയിമില് ഇദ്ദേഹം അങ്ങ് മുങ്ങിപ്പോയി. ഇപ്പൊ ഇദ്ദേഹത്തിന് ആ ഫെയിം ഇല്ലാതെ പറ്റത്തില്ല. ആ ഫെയിം അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഓരോ കാര്യവും ചെയ്യുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിലും വന്നേക്കുന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുള്ള പുള്ളിക്കാരൻ വേൾഡിലെ ടോപ്പ് പവർഫുൾ പേഴ്സൺസിൽ ഒരാളാണ്. എനിക്ക് എന്റെ ഇൻസ്പിറേഷൻ പോലെയാണ്. റോബിൻ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കുന്ന കാലത്ത് മോദിജിയുടെ ഒരു ആരാധകനായിരുന്നു. ലോകത്തിലെ പവർഫുൾ വ്യക്തികളിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹം മോദിജിയെ കാണുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ബിഗ് ബോസിൽ പോയത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കയറാനായിട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ബിഗ് ബോസിൽ പോയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയെന്നാണ്. കാരണം കാലത്തിനനുസരിച്ച് കോലം കിട്ടും. അതാണ് റോബിൻ. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. നമുക്ക് കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം, കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും BJP പാർട്ടി എതിർക്കുന്ന ആളുകളാണ്. അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഈ പാർട്ടി കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉറപ്പായിട്ടും ട്രോള് കിട്ടും. ഇപ്പം നമ്മൾ ആ പാർട്ടി ചേരുവാണെങ്കിൽ, അതായത് BJP പോലത്തെ ഒരു പാർട്ടി ചേരുവാണെങ്കിൽ സമൂഹത്തിന് ആ പാർട്ടിയോടുള്ള കാഴ്ചപ്പാടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രോള് വീഴും. റോബിൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സിനിമയുടെ പോസ്റ്ററൊക്കെ തയ്യാറാക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റോബിൻ പോസ്റ്റ് ചെയ്തിരുന്നു. മോഹൻലാലിനെ കൊണ്ടൊക്കെ അത് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചു. അതായത് മോഹൻലാലിന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതുകൊണ്ട് ഇട്ടിരുന്നു. പിന്നീട് മോഹൻലാലിന് മനസ്സിലായി അങ്ങനെ ഒരു സിനിമ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല, റോബിൻ ചുമ്മാ ഫേക്ക് ആയിട്ട് കാണിച്ചു കൂട്ടിയതാണെന്ന്. അങ്ങനെ മോഹൻലാലിന്റെ പേജിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ മോഹൻലാലിന് വരെയും പണി കൊടുക്കാൻ നോക്കിയ ഒരാളാണ് നമ്മുടെ റോബിൻ. റോബിൻ അത്ര വലിയ മണ്ടനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇലക്ഷനൊക്കെ ജയിച്ചത് BJP ആണ്. അതായത് ഭൂരിഭാഗം വോട്ടുകളും കൊണ്ടുപോയത് BJP ആണ്. ഒരു BJPയുടെ കോട്ട തന്നെയാണ് തിരുവനന്തപുരം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. കാരണം അത്രയും അധികം സീറ്റുകളാണ് BJPക്കാർ കൊണ്ടുപോയത്. ആ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് റോബിൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. ഇത് റോബിന്റെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ്. ഇപ്പൊ എറണാകുളം ആണെങ്കിലും കോട്ടയം ആണെങ്കിലും അങ്ങനെയുള്ള ജില്ലയിലൊക്കെ BJP പോയി മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യയില്ല. ഒരു സാധ്യതയുള്ള സ്വന്തം മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് ജയിക്കുന്ന റോബിന് ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് റോബിൻ ഇലക്ഷനിൽ നിൽക്കുന്നത്. അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു കാര്യമാണ്. ഞാനത് പോസ്റ്റും ചെയ്തു. കാണിച്ചോട്ടെ എന്താന്ന്. എന്റെ പേരില് ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജ് കണ്ടില്ലേ? ഒഫീഷ്യൽ പേജില് ഇതാണ് വന്ന ന്യൂസ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ന്യൂസിനെ കുറച്ച് പേര് ജെമിനിയിലിട്ട് എഡിറ്റ് ചെയ്ത് ഈ രീതിയിലാക്കിയിരിക്കുകയാണ്. എന്നുവെച്ചാ പ്രധാനമന്ത്രി ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞ കാര്യം BJP നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രി ആകുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്ത് ജെമിനിയിൽ ഇട്ടിരിക്കുക. ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏഷ്യാനെറ്റിനോട് നല്ല ദേഷ്യമുള്ള ഒരു ചാനലാണ്. അതായത് റോബിനിട്ട് നല്ലൊരു പണിയാണ് ഏഷ്യാനെറ്റ് വെച്ചു കൊടുത്തത്. റോബിനെ പുറത്താക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത്രയും വലിയ തെറ്റൊന്നും റോബിൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും പുറത്താക്കി. പക്ഷെ ഇദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇതിന്റെ റേറ്റിംഗ് നല്ല രീതിയിൽ കുറഞ്ഞു.
എന്നിട്ട് ഇദ്ദേഹം ഫിനാലെ എപ്പിസോഡിൽ ഇദ്ദേഹം അവിടെ ചെന്നു. ബിഗ് ബോസിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല വ്യൂസ് ആയിരുന്നു അതിന് കിട്ടിക്കൊണ്ടിരുന്നേ. അറിയത്തില്ല ബ്രോ, നോക്കട്ടെ, അങ്ങനെയൊക്കെ വരാൻ പ്രാർത്ഥിക്കും. പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു നിയോജകമണ്ഡലം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. റോബിൻ ഫേമസ് ആകാൻ നോക്കുന്ന ഓരോ വഴികളെ ഇദ്ദേഹം ഫാമിലിനെ കുറിച്ച് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫാമിലി ആണെങ്കിലും വൈഫ് പൊടിയാണെങ്കിലും ഇതിനൊക്കെ സപ്പോർട്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം, ഇദ്ദേഹത്തിന്റെ ഒരു ശക്തി എല്ലാം ഫാമിലി ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. റോബിൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. സിനിമയിൽ പോകാനാന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ പോയത്, ഇപ്പൊ അത് രാഷ്ട്രീയമാക്കി. അതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. മാത്രമല്ല ഇപ്പൊ പറയുന്ന ഒരു നിലപാടുണ്ട്, മരണം വരെ BJP-കാരനാവും, മറ്റൊരു പാർട്ടിയിലും പോവില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മിക്കവാറും അടുത്ത ജനുവരി ആകുമ്പോഴത്തേനും ഈ നിലപാട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ലാർജ് സ്കെയിലില് സേവനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് റൈറ്റ് പാത്ത് എന്ന് പറയുന്ന പൊളിറ്റിക്സ് തന്നെയാണ്. സോ അപ്പം എനിക്ക് റൈറ്റ് പാർട്ടിയും BJP ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. അല്ലാതെ വേറെ പാർട്ടിയൊന്നും വിളിക്കാത്തതുകൊണ്ടല്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് പാർട്ടികളുണ്ട്. ഇദ്ദേഹത്തിന് വിശ്വാസമായിട്ടുള്ള പാർട്ടി BJP പാർട്ടിയാണ്. അതാണ് ഇദ്ദേഹത്തിന് റൈറ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് BJP ചേർന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകളാണ് റോബിനെ തെറി പറയുന്നത്. റോബിൻ പറയുന്ന കാര്യങ്ങള്, നിലപാടിലുള്ള മാറ്റമൊക്കെ നമുക്ക് വിമർശിക്കാം. പക്ഷെ ഒരിക്കലും റോബിനെ പോയിട്ട് റോബിൻ ഈ പാർട്ടി ചേർന്നതിന്റെ പേരിൽ തെറി വിളിക്കാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല. അതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, ഇനി സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന്. സത്യം പറയുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കും അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. റോബിന് റോബിന്റേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ട്. അതിലാണ് റോബിൻ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഇഷ്ടങ്ങളിലല്ല. ഏത് പാർട്ടി ചേരണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അതിന്റെ പേരിൽ പോയി തെറി വിളിക്കുക, മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് നാണക്കേട്. ഇഷ്ടമുള്ള പാർട്ടി മത്സരിക്കട്ടെ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.